എല്ലാവർക്കും SR കറികളിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ബ്രോക്കോളി സാലഡ്. ഡിന്നറിന് ഇത് മാത്രം മതി. നല്ല ഹെൽത്തിയാണ്, സ്പൈസിയാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ്. ഇതുപോലെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഹെൽത്തിയും ടേസ്റ്റിയും സ്പൈസിയായ ബ്രോക്കോളി സാലഡ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. വീഡിയോയിലേക്ക് പോകാം. അതിനായി ചൂടായ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഒലിവ് ഓയിലിന് പകരം സൺഫ്ലവർ ഓയിൽ എടുക്കാവുന്നതേ ഉള്ളൂ. 4 വെളുത്തുള്ളി അല്ലി ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക. അപ്പോൾ ചെറുതായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ബ്രോക്കോളി കഷ്ണങ്ങളാക്കി അരമണിക്കൂർ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായി. ഉപ്പിട്ടിട്ട് അത് ഡ്രൈൻ ചെയ്തെടുത്താണ് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒന്ന് വഴറ്റി കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്തെടുക്കാൻ. 1 മിനിറ്റ് നേരം മൂടി വയ്ക്കാം. ഇനി എടുത്തിരിക്കുന്നത് ഒരു കുക്കുംബർ എടുത്തിട്ടുണ്ട്, ഒരു സബോള, 2 ക്യാരറ്റ്, 1 ക്യാപ്സിക്കം. ഞാൻ ഇതുപോലെയാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ കട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കുക. വീണ്ടും 1 മിനിറ്റ് മൂടി വയ്ക്കുക. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1/2 ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലി, എല്ലാം കൂടി മിക്സ് ചെയ്യുക. ഇപ്പോൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് വീണ്ടും 1 മിനിറ്റ് മൂടി വയ്ക്കാം. വെജിറ്റബിൾ കളർ ചേഞ്ച് ആവാതെ വേണം വഴറ്റിയെടുക്കാൻ. ഇതിലേക്ക് കുറച്ച് കപ്പലണ്ടി ഇട്ട് കൊടുക്കാം. ഇത് ഓപ്ഷനിലാണ്. എല്ലാം കൂടി മിക്സ് ചെയ്യുക. സ്റ്റവ് ഓഫ് ചെയ്യുക. ഒരു 1/2 ലെമൺ ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു സർവിങ് ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അടിപൊളി ടേസ്റ്റാണ്. ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് അമർത്തുക. അപ്പം ഞാനിടുന്ന ഇതുപോലുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇത് മാത്രം മതി ഡിന്നറിന് കഴിക്കാൻ. കോഴിമുട്ട പുഴുങ്ങിയത് വെച്ച് കൊടുക്കുക. താങ്ക് യു.